ആയുർവേദ വിധിപ്രകാരം മൂക്കിലൂടെയുള്ള ഔഷധപ്രയോഗമാണ് നസ്യം. പഞ്ചകർമ്മങ്ങളിൽ ഒന്നായി ആയുർവേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന നസ്യം പൂർവകർമ്മങ്ങളായ സ്നേഹസ്വേദനങ്ങൾക്ക് ശേഷം ചെയ്യപ്പെടുന്നതും ശിരസിലാകമാനവും കണ്ണ്, ചെവി, നാവ്, കഴുത്ത് എന്നിവയുടെ സ്രോതസ്സുകളിൽ വ്യാപിച്ചു കിടക്കുന്ന രോഗകാരണമായി തീരാനിടയുള്ള ദോഷങ്ങളെ അവിടെ നിന്നും വേർപെടുത്തി വായിലൂടെ പുറന്തള്ളുന്നു. ഇപ്രകാരം കഴുത്തിന് മുകളിലുള്ള മിക്ക വ്യാധികളെയും തടുക്കാൻ നസ്യത്തിന് സാധിക്കും. മസ്തിഷ്കത്തിലേക്ക് ഔഷധവീര്യം എത്തിക്കുന്നതിന് ഏറ്റവും അടുത്തുള്ളതും സ്വാഭാവികവുമായ മാർഗം നാസാരന്ധ്രം അഥവാ നോസ്ട്രൽ ആയതുകൊണ്ടാണ് നസ്യം ഫലപ്രദമാകുന്നത്. നസ്യം പതിവായി ചെയ്യുന്നത് സൈനസുകൾ വൃത്തിയാക്കുന്നതിന് കാരണമാകുന്നു. ഇതുവഴി സൈനസൈറ്റിസ്, കഫക്കെട്ട്, മൂക്കടപ്പ് പോലെയുള്ള രോഗങ്ങളിൽ നിന്നും ശാന്തി ലഭിക്കുന്നു. തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുവാനും വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കുവാനും നസ്യത്തിന് സാധിക്കും. ബുദ്ധി, ഓർമ്മ, ഏകാഗ്രത എന്നീ പ്രവർത്തനങ്ങളെ നസ്യത്തിന് ഉത്തേജിപ്പിക്കുവാൻ സാധിക്കുന്നു. പ്രഗ്നൻസി, മെൻസ്ട്രുവേഷൻ, ആക്റ്റീവ് നേസൽ ബ്ലീഡിംഗ്, 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പനി മുതലായ കണ്ടീഷനുകളിൽ നസ്യം അനുയോജ്യമല്ല എന്ന് ആയുർവേദം അനുശാസിക്കുന്നു.